ശ്രീ പി ചിത്തരഞ്ജൻ, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കും. സർ, ധനകാര്യ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുക എന്ന പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഇവിടെ പറഞ്ഞിരുന്നു. ഇന്ന് കാണുന്ന കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ചിട്ടുള്ള കേരള ശില്പി സഖാവ് EMSൻ്റെ ഓർമ്മദിനമാണ്. ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപിടി പൂക്കൾ അർപ്പിക്കുക. സർ, യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ജനങ്ങൾ പൊതുവെ പ്രതീക്ഷിച്ചത് കൂടുതൽ നികുതി നിർദ്ദേശങ്ങൾ വരുമെന്നുള്ളതായിരുന്നു. കാരണം കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന ശത്രുതാപരമായ നിലപാട്, ആ നിലപാടിൻ്റെ ഫലമായി കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ കൂടുതൽ നികുതി ചുമത്തേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ആ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തേക്ക് ജനങ്ങളുടെ വലിയ ഭാരങ്ങൾ ഏൽപ്പിക്കാതെ ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിച്ച ഒരു ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിരുന്നത്. ഇവിടെ അദ്ദേഹം അതിനായി കണ്ടെത്തിയ മാർഗങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഒന്ന്, കോടതി ഫീസ് പരിഷ്കരണത്തിലൂടെ 150 കോടി രൂപയുടെ അധിക വരുമാനം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോടതി ഫീസിൻ്റെ പരിഷ്കരണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ. ഇത്തരത്തിലുള്ള വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ എടുത്തിട്ടുള്ള സമീപനം നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആർക്കും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും വരാത്ത നിലയിൽ തന്നെയുള്ള നികുതിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഒരു ഗൗരവബുദ്ധിയോടുകൂടിയുള്ളൊരു പരിശോധന ഈ സഭയ്ക്കകത്ത് പോലും നടത്താൻ നിർഭാഗ്യവശാൽ പ്രതിപക്ഷം തയ്യാറാകുന്നുണ്ടോ? ഇപ്പോൾ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിന് വായ്പ എടുക്കാൻ പോലുമുള്ള പരിധി നിശ്ചയിച്ചു. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടം എത്രയാണ്? 171,78,00,000 കോടി. 171.78 ലക്ഷം കോടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടം. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടിയുള്ള മൊത്തം കടം 52.8 ലക്ഷം കോടിയാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ മൊത്തം കടം 77%, സംസ്ഥാനങ്ങളുടെ മൊത്തം കടം 23%. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമുക്ക് വായ്പ എടുക്കുവാനുള്ള 4% അവകാശത്തെ വെട്ടിച്ചുരുക്കി 3 കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായത്. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ കടം ഉയരേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഏതെല്ലാം നിലയിലുള്ള വരുമാനമാണ് ലഭിക്കുന്നത്? സെസ്സിലൂടെ, സർചാർജുകളുടെ വർധനവിലൂടെ, ഓഹരിയുടെ വിറ്റഴിക്കലൂടെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കലൂടെ, റിസർവ് ബാങ്കിൻ്റെ ലാഭം ഊറ്റിയെടുക്കലിലൂടെ, സബ്സിഡികളെല്ലാം വെട്ടിക്കുറക്കലിലൂടെ, കൃഷി, വിദ്യാഭ്യാസം, ചികിത്സ, തൊഴിലുറപ്പ് പദ്ധതി, ഇതിൻ്റെ എല്ലാം തുക വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ സർവീസുകളിലായി 10 ലക്ഷത്തോളം വരുന്ന ഒഴിവുകളാണ് നികത്താതെ ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. പുതിയ നിയമനങ്ങളില്ല. പെൻഷൻകാരുടെ അവർക്ക് കൊടുത്തിരുന്ന പെൻഷൻ്റെ ചെലവ് വെട്ടിക്കുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളല്ലേ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി എന്താണ് രാജ്യത്ത് കേന്ദ്രത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതല്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഒന്നുകൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര അധികം ശക്തമായി ഇൻ്റലിജൻസ് വിഭാഗം GST പിരിച്ചെടുക്കുന്നതിൽ കാട്ടിയിട്ടുള്ള ശ്രദ്ധ, അത് എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ളതല്ലേ? ഏതെല്ലാം പുതിയ മാർഗങ്ങളിലൂടെയാണ് ഇപ്പോൾ ആക്രി, റെസ്റ്റോറൻറ്റുകൾ, റെഡി മിക്സ് കോൺക്രീറ്റ്, ബ്യൂട്ടി പാർലർ, അടക്ക, പ്ലൈവുഡ്, ഇവിടെയെല്ലാം GST നടത്തിയിട്ടുള്ള പരിശോധന ചെറുതാണോ? അതിശക്തമായിട്ടുള്ള ഇടപെടലിലൂടെ 450 കോടി രൂപയാണ് ഇൻ്റലിജൻസിൻ്റെ നമ്മുടെ വിഭാഗം ഖജനാവിലെത്തിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. എന്താ GST കൗൺസിൽ തന്നെ പറഞ്ഞത്?
ഇന്നിപ്പോൾ ഇന്റലിജൻസിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ച പങ്ക് വഹിച്ചിട്ടുള്ളത്, നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് കേരളമാണ്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ ഈ കാര്യത്തിൽ കേരളത്തിൽ നിന്ന് പഠിക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് GST ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്ന നിലയിലേക്ക് കേരളം എത്തിയില്ലേ? എന്നിട്ടും ഇവിടെ കേരളത്തിൽ നികുതി പിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാനാണ് തയ്യാറാകുന്നത്. ഈ 2024-25 ജനുവരി മാസം 583 കേസുകളിൽ നിന്നായി 674 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത്. അതിൽ 405.67 കോടി രൂപ അടപ്പിക്കുവാൻ കഴിഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞു സ്വർണത്തിൻ്റെ ഒന്നും പിരിക്കുന്നില്ല. വസ്തുതയുമായി ബന്ധപ്പെട്ടതാണോ? ആക്രി, സ്വർണം, ഹോട്ടൽ, ഈ മേഖലകളിലെല്ലാം നടത്തിയിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ടല്ലേ വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പ് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്? അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലേ? വ്യാജ ബില്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ITC ഫ്രോഡ് കേസുകൾ കണ്ടെത്താൻ ശക്തമായ നടപടി സ്വീകരിച്ചില്ലേ? ഇതെല്ലാം ഈ കേരളത്തിൽ ധനകാര്യ വകുപ്പ് നമ്മുടെ വരുമാനം ഉയർത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമത്തെ ഈ ബില്ലിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കാണാതെ പോകാൻ കഴിയുമോ? ഇത് കേരളം ഏറ്റവും സൗഹൃദപരമായ ഒരു വ്യാപാര മേഖല നിലനിൽക്കുന്ന സ്റ്റേറ്റായി മാറിയില്ലേ? വ്യാപാരി സമൂഹത്തിന് അങ്ങനെ ശക്തമായ ഏതെങ്കിലും ഒരു പരാതി ഉന്നയിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള ആംനസ്റ്റി സ്കീം അത് 2024 നടപ്പിലാക്കി. 50,000 രൂപയിൽ താഴെ നികുതി കുടിശ്ശിക ഉണ്ടായിരുന്ന ഈ കേരളത്തിലെ 22,941 ചെറുകിട വ്യാപാരികളുടെ കുടിശ്ശിക എഴുതി തള്ളുവാൻ ഈ ഗവൺമെൻറ് തയ്യാറായില്ലേ? അപ്പോൾ ഒരു ഭാഗത്ത് ചെറുകിട കച്ചവടക്കാർക്കും അതുപോലെ വ്യാപാരികൾക്കുമെല്ലാം പരമാവധി ആശ്വാസം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും ജനങ്ങളുടെ നിലയിലേക്ക് പുതിയ ഭാരങ്ങൾ അതൊന്നും ഏൽപ്പിക്കാതെ തന്നെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ചെറുതാണോ? ഇവിടെ പറഞ്ഞു കേരളത്തിൽ കോവളം അംഗം പറയുന്നത് കേട്ട് ഒരു വികസനവും ഇവിടെ നടക്കുന്നില്ല. എങ്ങനെ പറയാൻ കഴിയും? ഇവിടെ വികസനം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ള ആശാന്മാർ അവരുടെ എല്ലാം മണ്ഡലത്തിൽ വെച്ച ബോർഡ് ഈ അടുത്ത ദിവസക്കാലം നമ്മുടെ അങ്കമാലി അംഗത്തിൻ്റെ ഒരു ബോർഡ് ഞാൻ കണ്ടു. 280 കോടി രൂപ അങ്കമാലി മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതി പ്രകാരം അതിന് അദ്ദേഹം നടത്തിയ മുൻകൈ പ്രവർത്തനത്തെ അല്ല ഞാൻ പറഞ്ഞത്. ഇവരെ അരിപ്പാട് അടക്കമുള്ള എല്ലാ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ മണ്ഡലത്തിലും കൊണ്ട് ഭരണകക്ഷിക്കുണ്ട്. നമ്മളെല്ലാം കേരളീയരാ. ഇവിടെ ബഹുമാനപ്പെട്ട കുണ്ടറ അംഗം ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ള തുക എത്രയാണ്? അവിടുത്തെ അംഗം അത് അതെല്ലാം പൂർത്തീകരിച്ച് അദ്ദേഹത്തിന് ഒന്നും ചെയ്യേണ്ട, എല്ലാ കാര്യങ്ങളും നേരത്തെ ഉണ്ട്, അതെല്ലാം വന്നിട്ടുണ്ട്, നടപ്പിലാക്കിയെടുത്താൽ മതി. ഇതെല്ലാ മണ്ഡലത്തിൻ്റെ സ്ഥിതിയാണ്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് കോവള അംഗം പറയുകയാണ് കേരളത്തിൽ എവിടെ വികസനം? കേരളത്തിലെ വികസനം ഇതുപോലെ നടന്നൊരു കാലവേദ. നാഷണൽ ഹൈവേ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ വരുന്നു. നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ ചിന്തിക്കാൻ കഴിയുന്ന നിലയിലുള്ള കാര്യങ്ങളാണോ? സ്കൂളുകൾ, ആശുപത്രികൾ, ഇത് കേരളത്തിലാകെ വന്നിട്ടുള്ളതല്ലേ? നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങളോ ഞെരുക്കങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും എവിടെയെങ്കിലും കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന നിലയിലുള്ള എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കേരളം മുന്നേറുകയല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രതിസന്ധിയെ മുറിച്ചു കടക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ? എല്ലാ അർത്ഥത്തിലും കേന്ദ്ര ഗവൺമെൻറ് നമ്മെ വരിഞ്ഞു കെട്ടുവാൻ ശ്രമിക്കുമ്പോൾ ഈ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയണ്ടേ? അതിനാവശ്യമായ തുക ജനങ്ങളുടെ തലയിൽ ഭാരമേൽപ്പിക്കാതെ കണ്ടെത്തണ്ടേ? അതിനുവേണ്ടിയുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഇടപെടലാണ് ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയിട്ടുള്ളത്. ഇവിടെ നിരന്തരമായി കഴിഞ്ഞ കുറേ ഈ സഭാ സമ്മേളനത്തിൽ എന്നും നടത്തുന്ന ഒരു പ്രസംഗമാണ് ആശാ ജീവനക്കാരുടെ അവരുടെ പണിമുടക്ക്. ഞാൻ ചോദിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാനിപ്പോൾ തോന്നുന്നത്? നിങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ആരോഗ്യമന്ത്രി ആയിരുന്നല്ലോ അന്ന് ശിവകുമാർ. 5000 കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തോ? അത് വാങ്ങിക്കൊടുത്തിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാകുമല്ലോ. നിങ്ങളുടെ മൊത്തം കാലത്ത് എത്ര രൂപയാണ് ഈ പാവങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? 7000 രൂപ കൊടുക്കുന്ന ഓണറേറിയം വലിയ തുകയാണെന്നൊന്നും ഞങ്ങളിവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിൽ ഇവിടെ കൊടുക്കുകയല്ലേ? കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് നമുക്ക് ഒന്നിച്ചല്ലേ, അവിടെയല്ലേ നമ്മൾ ശക്തമായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യേണ്ടത്? നിങ്ങൾ പറയുമ്പോൾ കേട്ടാത്തൊന്നും 26,000 അംഗ ആശാ ജീവനക്കാർ ഇവിടെ വന്ന് സമരം ചെയ്യാണെന്ന് തോന്നുന്നു.
1000-ൽ താഴെ ആൾക്കാർ മാത്രമാണ്. 500-ൻ്റെയും 1000-നും ഇടയ്ക്ക് നമ്പർ മാത്രമേ ഉള്ളൂ. INTUC ഇതിനെതിരാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം. INTUC അടക്കമുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊന്നും ഇതിനോടില്ല. പക്ഷെ നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ആരെന്തെങ്കിലും പറഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലപാടെടുക്കുകയാണ്. നിങ്ങളുടെ മുതലക്കണ്ണീരാണ് സാർ. ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞു അംഗൻവാടിയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കണമുണ്ട്. നിങ്ങൾ ഈ പണിയെടുക്കുന്ന തൊഴിലാളികളെ കൊണ്ടുവന്ന് സമരം ചെയ്യിച്ച ഈ ഗവൺമെന്റിനെതിരായ ഒരു വികാരം ഉണ്ടാക്കാമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അവരിൽ മഹാഭൂരിപക്ഷവും ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കീഴിൽ തന്നെയാണ്. അംഗൻവാടി ജീവനക്കാർക്ക് ക്ഷേമനിധിയായാലും പെൻഷനായാലും എല്ലാം കൊടുത്തിട്ടുള്ളത് ഏത് ഗവൺമെന്റാണെന്ന് അവർക്ക് നന്നായി അറിയാം. ഇപ്പോഴും 10 കോടി രൂപ കൂടി അവരുടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സാർ ഒരു സെക്കൻഡ് സാർ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. സാർ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് കൊടുത്തു. ആ ക്ഷേമനിധിയിൽ അവരുടെ അംശാദായത്തിന്റെ കുറവ് കൊണ്ട് അവർക്ക് അവരുടെ വിഹിതങ്ങൾ കൃത്യമായി ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു കുടിശ്ശിക വന്നെങ്കിലും ആ കുടിശ്ശികയും കൊടുത്തു തീർക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഇളക്കി വിട്ട് അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച ഈ ഗവൺമെന്റിനെതിരായി തിരിക്കാമെന്ന് നിങ്ങൾ ധരിച്ചാൽ അതും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ